ഹായ്, കുറച്ച് ലേണിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ട് പറയാം. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും പഠിച്ച കാര്യങ്ങൾ ഒരുപാട് നേരം ഓർമ്മയിൽ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സാണ്. ഒരു 7 ടെക്നിക്സ് ഉണ്ട്. ചിലതൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണത് തന്നെയാണ്. എങ്ങനെയാണ് അതൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് ടെക്നിക് ഈസ് സ്പേസ് ടു റെപ്പിറ്റീഷൻ. ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമാൻ എബിംഗസ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ടേമാണിത്. പഠിച്ച കാര്യത്തിന് നമ്മൾ കൃത്യമായ ഇടവേളകൾ എടുത്തിട്ട് റിവ്യൂ ചെയ്യുക, അതായത് റിവൈസ് ചെയ്യുക. അങ്ങനെ പതുക്കെ ഈ റിവൈസ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പ് കൂട്ടിക്കൊണ്ടുവരിക. തുടക്കത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് റിവൈസ് ചെയ്യുക, അതായത് ഡെയിലി ബേസിസ് എന്നോണം റിവൈസ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് കാലം നമ്മുടെ മെമ്മറിയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നീട് നമുക്കത് ഒരുപാട് കാലം നമ്മുടെ ലോങ് ടേം മെമ്മറി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സെക്കൻഡ് ടെക്നിക്ക് ഈസ് ആക്റ്റീവ് റീകോൾ. കോഗ്നേറ്റീവ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജോഫി കാപ്പിക്കയാണ് ഇത്തരത്തിലൊരു ടെക്നിക്ക് വഴി മെമ്മറിയിൽ നമ്മൾ പഠിച്ച കാര്യത്തിന് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിച്ചത്. ആക്റ്റീവ് റീകാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും കൂടി റീകോൾ ചെയ്യുക. സ്വയമേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതുവരെ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനുള്ള ഉത്തരങ്ങൾ സ്വയമേ കണ്ടെത്തുക. അപ്പം നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആക്റ്റീവ് റീകോൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ചങ്കിങ് ഓഫ് ഇൻഫർമേഷൻ. ഒരേ സമയം ഷോർട്ട് ടൈം മെമ്മറിയിൽ 7 പീസസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാടൊക്കെ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം? അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ടെക്നിക്ക് സൈക്കോളജിസ്റ്റായിട്ടുള്ള ജോർജ് എ മില്ലർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ചെയ്തിട്ടൊക്കെ പഠിക്കുകയാണ്, അതായത് ചങ്ക് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഒരുപാട് കാലം മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടുതലായിട്ട് സ്പെല്ലിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഫോർത്ത് വൺ ഈസ് വിഷ്വലൈസേഷൻ. വിഷ്വലായിട്ട് നമ്മൾ പഠിക്കുക, അതായത് വീഡിയോസായിട്ടോ പിക്ചേഴ്സായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാലം നമ്മുടെ മെമ്മറിയിൽ തങ്ങി നിൽക്കും. ഡ്യുവൽ തിയറിയിൽ അലൻ പാവിയോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, we store information better when it's presented both visually and verbally. അപ്പം കൂടുതലായിട്ടും വിഷ്വൽ ലേണേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ എപ്പോഴും വായിച്ചിട്ട് നമ്മൾ വേർബലി മാത്രം പഠിക്കുന്ന കാര്യം വിഷ്വലായിട്ട് കൂടെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കാലം നമുക്ക് മെമ്മറിയിൽ തങ്ങി നിൽക്കുക എന്നുള്ളത്. ഫിഫ്ത്ത് ടെക്നിക്കാണ് ടീച്ച് ടു ലേൺ ടെക്നിക്ക്. ഫെയ്മാൻ ടെക്നിക്ക് എന്നും പറയും. പ്രശസ്തനായ ഫിസിസിസ്റ്റ് ഫെയ്മാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യം നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും അതുവഴി നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മെമ്മറീനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ പഠിച്ച കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലം മെമ്മറിയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അൺകോൺഷ്യസ്ലി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സിക്സ് ടെക്നിക് മൈൻഡ് മാപ്പിംഗ്. ഫേമസ് ബ്രിട്ടീഷ് ഓതറായിട്ടുള്ള ടോണി ബുസാൻ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണിത്. നമ്മൾ വൈഡായിട്ടുള്ള ടോപ്പിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻസ്, ഇപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറീനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി അത് ഒരുപാട് കാലാകാലം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ മെമ്മറിയും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. സെവൻത്ത് വൺ ഈസ് പ്രൊമോഡോറോ ടെക്നിക്. ഫ്രാൻസിസ്കോ സെറില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പർ ടേം ചെയ്തിട്ടുള്ളതാണിത്. കൃത്യമായിട്ട് 25 മിനിറ്റ്സ് നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും 25 മിനിറ്റ്സ് പഠിക്കുക. ഇത്തരത്തിൽ നമ്മൾ ടൈം മാനേജ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു മെൻ്റൽ ഫെറ്റീഗ് ഒഴിവാക്കിയിട്ട് കൃത്യമായി പ്രൊഡക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ്, ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഒരു ടെക്നിക്കിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. താങ്ക് യു.